Next, question number 27. A small square loop of wire of side L is placed inside a large square loop of wire of side capital L. L square ആണ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു വലിയ എല്ലുള്ള ആളുണ്ട്, അതിൻ്റെ ഉള്ളിലൊരു ചെറിയ എല്ലുള്ള ആളെ കൊണ്ടുവച്ചു. ഇതാണ് സംഭവം. ഈ ചെറിയ എല്ല് ഇത് ക്യാപിറ്റൽ എല്ല്, അവർ തമ്മിലുള്ള ബന്ധം ചെറിയ എല്ലിൻ്റെ സ്ക്വയർ ആണ് വലിയ എല്ല്. ലൂപ്പ് ആർ കോപ്ലനർ ആൻഡ് സെൻറ്റർ കോയിൻസൈഡ്. അപ്പോൾ ഇതാണ് ആ പോയിന്റ്. ഇത് രണ്ടുപേരുടെയും സെൻറ്ററാണ്. വാല്യൂ ഓഫ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഫൈ ഈക്വൽ ടു എം ഐ ആണ് അല്ലേ. അപ്പോൾ എം ഈക്വൽ ടു 5/I ആണ് അല്ലേ. അപ്പോൾ നമ്മൾ ഇതിലൂടെ കറണ്ട് പാസ് ചെയ്യുന്ന വിചാരിക്കുക, അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളിലുണ്ടാവും, സെൻറ്ററിലൊക്കെ ഉണ്ടാവും മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ആ മാഗ്നറ്റിക് ഫീൽഡ് കാരണമാണ് ഇയാൾക്ക് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഉണ്ടാവുന്നത്. ഇതിലൂടെ പോകുന്ന ആളുടെ മാഗ്നറ്റിക് ഫീൽഡ് കാരണമാണ് ഇയാളും മാഗ്നറ്റൈസ് ആവുന്നത്. അതാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ, ഒരാൾ കാരണം വേറൊരാൾക്ക് ഉണ്ടാവുന്നത് അല്ലേ. സോ ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇയാളുടെ ഫ്ലക്സ് ആണ്, അയാൾക്ക് എത്ര ഫ്ലക്സ് ലിങ്ക് ചെയ്യും, അതാണ് ഈ ഫ്ലക്സ് ഫൈ. ആ ഫൈ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുക, ബി ഇൻറ്റു അയാളുടെ ഏരിയ. ആ ബി ഉണ്ടാക്കുന്നത് ആരാ, ഈ പുറത്തത്തെ ആളാണ്, പുറത്തത്തെ ആളുടെ സെൻറ്ററിലുള്ള ബി. അപ്പോൾ ബി സെൻറ്റർ ഇൻറ്റു പിന്നെ എന്തായിരുന്നു ഇക്വേഷൻ, ബി എ എന്ന് പറഞ്ഞാൽ ആരാണോ കണ്ടുപിടിക്കണം അയാളുടെ ഏരിയ, ഇയാളതാണ് കണ്ടുപിടിക്കുന്നത്. ഇയാൾ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിലാണ് അയാൾ ഉള്ളത്. അപ്പോൾ ബി സെൻറ്റർ ഇൻറ്റു എൽ സ്ക്വയർ, അതാണ് അതിൻ്റെ കോൺസെപ്റ്റ്. സോ ബി സെൻറ്റർ ഇൻറ്റു എൽ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ, ബി സെൻറ്റർ ഈ സൈഡ് ഉണ്ടാക്കും ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ്, ഇയാളുണ്ടാക്കും ഇയാളൊക്കെ ഉണ്ടാക്കും. അപ്പോൾ 4 ഒരു സൈഡ് കണ്ടാൽ മതി, ഒരു സൈഡിൻ്റെ ഇൻറ്റു 4 കണ്ടാൽ മതി. 4 ഇൻറ്റു μ0/4π ഇൻറ്റു I/r. എത്രയാ, ഇത് മൊത്തം എല്ലാണ്, അപ്പോൾ ഇതിൻ്റെ പകുതി വരെ L/2, ക്യാപിറ്റൽ L/2 ഇൻറ്റു ഈ പരിപാടി ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ പരിപാടി നോക്കൂ, ഇതാരാ 45, ഇതാരാ 45. സോ സൈൻ ആൽഫ പ്ലസ് സൈൻ ബീറ്റ, അതാണ് ഇക്വേഷൻ. ഒരു വയർ കാരണമുള്ളത്, ആ വയർ കാരണമുള്ളത് കണ്ടുപിടിച്ചിട്ട് ഇൻറ്റു 4 ചെയ്താൽ മതി. അപ്പോൾ ഈ മൊത്തം ലൂപ്പ് കാരണമുള്ള ഫീൽഡ് കിട്ടും, സെൻറ്ററിലുള്ള ഫീൽഡ്. സോ സൈൻ ആൽഫ പ്ലസ് സൈൻ ആൽഫ പറഞ്ഞാൽ സൈൻ 45 പ്ലസ് സൈൻ 45 എന്ന് പറഞ്ഞാൽ 1/√2 ആ 2ഉം 1/2 ഉണ്ടാവും അവിടെ. ഈ 2 മേലല്ലേ വരിക, ഈ L/2 അടുത്ത സ്റ്റെപ്പിൽ എഴുതാമല്ലോ, അല്ലേ പിന്നെ കൺഫ്യൂഷൻ ആവും. 4 വെട്ടി പോവാം. μ0/π ഇൻറ്റു I/L/2 മേലെ വരും, പിന്നെ ഇവിടുത്തെ ഒരു 1/2 ഉണ്ടാവും, ആ 2 വെട്ടിപ്പോയി. ഇപ്പോൾ ഇതാണ് μ0/4π I/L ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഫൈ. എല്ലായിടത്തും ഞാൻ എൽ സ്ക്വയർ മിസ്സാക്കി, അത് എഴുതാൻ മറക്കല്ല, എൽ സ്ക്വയർ. പക്ഷേ നമുക്കറിയാം എൽ സ്ക്വയർ എല്ലാണെന്ന്, ഈ എൽ സ്ക്വയർ എല്ലാണെന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. സോ ആ എൽ സ്ക്വയറും ഈ എല്ലും വെട്ടിപ്പോവും, ബിക്കോസ് ദിസ് എൽ സ്ക്വയർ ഈസ് എൽ. സോ ഇനി ഭയങ്കര എളുപ്പമാണ്, എം ആണ് ചോദിച്ചത്. μ0/π ഇൻറ്റു I, അതാണ് അവസാനം കിട്ടിയ സാധനം. പിന്നെ ഇപ്പം ഇവിടെ ഇയാളുടെ താഴെ ഒരു ഐ ഉണ്ട്, ഈ ഐയും വെട്ടിപ്പോയി. ഇപ്പം μ0/π ഇതാ μ0/4π ഇൻറ്റു 10⁻⁻7 ഡിവൈഡഡ് ബൈ π. അപ്പോൾ 4 ഇൻറ്റു 10⁻⁷. ഇവിടെ √x എന്നാണ് തന്നത് 4ന് പകരം. √x എന്ന് പറഞ്ഞാൽ അപ്പോൾ √16 എന്ന് എഴുതിക്കൂടെ, ഇൻറ്റു 10⁻⁷. 16 എന്ന് എഴുതാൻ പറ്റും. അപ്പം √16 ഇൻറ്റു 10⁻⁷. അപ്പോൾ ആരാ x is 16. What a question. And here is the answer, 16.